എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എനിക്കപ്പോൾ ഉള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കഴിഞ്ഞ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ 17 റാങ്ക് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് PSC എക്സാം ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് PSC എക്സാമിലാണ് ഈ 17 റാങ്ക് കിട്ടിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഈ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് 3 റാങ്ക് ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് റിസൾട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ലക്ഷ്മിയാണ് എന്നെ ആദ്യം ഇൻഫോം ചെയ്യുന്നത്, എനിക്ക് മെസ്സേജ് അയക്കുന്നത്. സാർ, എനിക്ക് 17 റാങ്ക് ഉണ്ട്, ലക്ഷ്മി എന്നാണ് വീട്, ലക്ഷ്മി എന്നാണ് പേര്, എൻ്റെ വീട് ആലപ്പുഴയാണ്, ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണെന്ന്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരു സ്ഥാപനത്തിൽ പഠിച്ച് റിസൾട്ട് വന്നപ്പം അത് നമ്മളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ വലിയ മനസ്സാണത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എന്തായാലും ലക്ഷ്മിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, ഇനി നാളെ ഒരാൾ പഠിക്കാൻ വരുമ്പം അവർക്ക് എന്തൊക്കെയാണ് ലക്ഷ്മിയുടെ ഉപദേശങ്ങൾ, എന്തൊക്കെയാണ് സജഷൻ, എന്തൊക്കെയാണ് നമുക്കറിയാം. ഓക്കെ ലക്ഷ്മി, അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ലീഗൽ പഠനം സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ലൈക്ക് മേജർ ആക്ട്സ്, അതുപോലത്തെ മെയിൻ ആയിട്ടുള്ള ആക്ടുകളെല്ലാം ഉണ്ട്, അതെല്ലാം കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10 മൊഡ്യൂളോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ ലോ, ജൂറിസ്പ്രുഡൻസ്, അതുപോലത്തെ കുറച്ച് സബ്ജക്റ്റുകളുടെ ആവശ്യം, അത് മാർക്ക് ഡിറ്റർമൈനിങ് ആണെന്ന് അറിഞ്ഞ സാഹചര്യത്തിലാണ് ഞാൻ മാസ്റ്റേഴ്സ് കി അക്കാഡമീനെ പറ്റിയിട്ട് അറിയുന്നതും. എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഞാൻ മാസ്റ്റേഴ്സ് കീയിൽ ജോയിൻ ചെയ്യുണ്ടായി. എന്തായാലും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അക്കാഡമിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ പഠിച്ചു വന്നൊരു രീതിയിൽ നിന്നിട്ട് ഒരു PSC എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റി. ഫോർ മീ, ഞാൻ ആദ്യമായിട്ട് ഇരുന്നൊരു എക്സാമാണ്. ഇപ്പോൾ PSC എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതുവരെ വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നതുകൊണ്ട് ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ലൈക്ക് വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ വേണം, അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് വേണം. PSCനെ എങ്ങനെ പഠിക്കണം, പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാനായിട്ട് ശരിക്കും ഒരു അക്കാഡമിയുടെ ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും റൈറ്റ് പ്ലേസിൽ തന്നെയാണ് എത്തിയത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. എന്തായാലും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ക്ലാസ്സസ് സാറിനോട് എനിക്ക് താങ്ക്സ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻറ്റ് ശ്രീശങ്കരനാണ് എന്നെ വിളിച്ച് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം കുട്ടിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് അഡ്മിഷൻ കൊടുത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. എനിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തെ തിരുവനന്തപുരം കോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. കാറിൽ ഞങ്ങൾ അടുത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരഞ്ഞു വരുമ്പം സംസാരിക്കുന്ന മൊത്തം നമ്മുടെ കോഴ്സുകളെ പറ്റിയാണ്, കോഴ്സിൻ്റെ കാര്യങ്ങളും പഠിച്ച രീതികളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ കണ്ടപ്പോൾ ഇതൊക്കെ പറയാൻ തോന്നിയല്ലോ, പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളും എങ്ങനെയൊക്കെ പഠിച്ചു അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: 10 മൊഡ്യൂളും നന്നായി പഠിക്കാതെ ജോലി കിട്ടത്തില്ല. 10 മൊഡ്യൂളും നന്നായി പഠിക്കാതെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉയർന്ന റാങ്ക് കിട്ടത്തുമില്ല. ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുകയും ചെയ്യരുത്. പഠിക്കുകയാണെങ്കിൽ ജോലി വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 10 മൊഡ്യൂൾ നോക്കണം, അല്ലേ? അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുകയാണല്ലേ, ഈ പ്രാക്ടീസും പഠനവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? പ്രാക്ടീസും പഠിക്കുക രണ്ടും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ എൻ്റെ ഓഫീസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു 9 മണി 9:30 തൊട്ട് രാത്രി 9 മണി വരെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ സാർ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. പക്ഷേ നമ്മൾ വന്നിട്ട് ഒരു 1 hour 2 hour ഒക്കെ നോക്കി മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ നേരത്തെ ഇറങ്ങുമായിരുന്നു. ലൈക്ക് വേണം എന്നുള്ളൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും കൈവിട്ട് പോകരുത് എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നു, നന്നായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങി പോയിട്ട് പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. പിന്നെ ലൈക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യായിരുന്നു മാസ്റ്റേഴ്സ്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിന് കുറച്ച് നാൾ മുന്നേ ചെറിയൊരു ബ്രേക്കും എടുത്തിരുന്നു, ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും, സാറേ എനിക്ക് 17 റാങ്കാണ്, അപ്പം എനിക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ 17 റാങ്കുള്ള ഒരു ഉദ്യോഗാർത്ഥി നമുക്കൊരു ഇൻ്റർവ്യൂ തരുമ്പം ആ കുട്ടിയുടെ മനസ്സ് വളരെ പോസിറ്റീവാണ്. കാരണം പല കുട്ടികളും പറയുന്ന കാര്യമുണ്ട്, സാറേ ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ തരാം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മുന്നിലേക്ക് ഞാൻ ലക്ഷ്മിയുടെ ഈ മനസ്സ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നോക്കുന്ന കാര്യമാണ്. ഇതേ കണക്ക് ഞങ്ങൾ ഉദ്യോഗാർത്ഥി ഉണ്ട് റോഷ്നി. ഈ റോഷ്നി ഇതേ കണക്ക് തന്നെ ഒരു എക്സാം കഴിഞ്ഞു. കുട്ടിക്ക് സപ്ലിമെൻ്ററിയിലാണ് റിസൾട്ട് വന്നത്, സപ്ലിമെൻ്ററിയിൽ റാങ്ക് വന്നത്. പക്ഷെ ആ കുട്ടി ഒരു കുഴപ്പമില്ല, സാർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, ഞാനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ആ കുട്ടി പഠിത്തം സ്റ്റോപ്പ് ചെയ്തില്ല.
അതുകൂടി വീണ്ടും നന്നായി പഠിച്ചു, അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു. അടുത്തൊരു പ്രധാനപ്പെട്ട മെയിൻ പരീക്ഷയ്ക്ക് കൂടി 3ാം റാങ്ക് നേടി. ഇപ്പോൾ ജോലിക്ക് കയറുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക് ഏതുമായിക്കോട്ടെ, അത് ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് അവരോടൊന്ന് പഠിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണം, എങ്ങനെ പഠിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. കാര്യം ഇതൊന്നും ഒന്നിൻ്റെ അവസാനമല്ല, ഒന്നും സ്റ്റോപ്പായി പോകത്തില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുക നന്നായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ലക്ഷ്മിയോടും പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് 3 വർഷം എക്സ്പീരിയൻസ് ആകും. ഞാൻ പറഞ്ഞു APP പഠിക്കാൻ പറഞ്ഞു. ഓൾറെഡി നമ്മുടെ സിവിൽ ജിന് പഠിക്കുന്നുണ്ട്. ഒന്നിൻ്റെ അവസാനമല്ല, അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക. എന്തായാലും എനിക്കൊരു ഉറപ്പുണ്ട്. കാര്യം ഈ ഒരു ലീഗലിസ്റ്റ് പരീക്ഷയിൽ 3 വർഷം വാലിഡിറ്റി ഉള്ളതാണ്. 3 വർഷം എന്തായാലും ഇനി ജോലി കിട്ടും. എന്നിരുന്നാൽ പോലും പഠിത്തം സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് അഡ്വൈസിന്റെ പേപ്പർ നമുക്ക് എന്ന് കിട്ടുന്നു നമ്മുടെ കയ്യിലേക്ക്, അന്ന് വരെ പഠിക്കാൻ നിൽക്കണം. അതൊരു നല്ല മനസ്സായിരിക്കണം, പഠിക്കാനുള്ള മനസ്സായിരിക്കണം. ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ജോബ് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്തൊരു കാര്യം, നമ്മുടെ മെറ്റീരിയൽസ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ക്ലാസ് ഉണ്ട്, അതിനകത്ത് മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മെറ്റീരിയൽസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് മൈനർ ആക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബെയർ ആക്ട്സ് മാത്രം വായിക്കുക എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും ബെയർ ആക്ട്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മേജർ ആയിട്ടുള്ള ആക്ടുകളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രാക്ടീസിലാണെങ്കിലും നമുക്കത് ആവശ്യമുണ്ട്. ഇപ്പോൾ CPC ആണെങ്കിലും BNSS, BNS അതുപോലത്തെ ആക്ടുകളൊക്കെ നമുക്ക് പ്രാക്ടീസിലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അത് നമ്മൾ പഠിക്കും. പക്ഷേ ഈ മൈനർ ആയിട്ടുള്ള ഒരുപാട് ആക്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുക കുറച്ച് ഷോർട്ട് ടൈമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പഠിക്കാൻ ഇതിന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത്രയും ആക്ടുകൾ കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്മാർട്ട് വർക്ക് വേണോ ഹാർഡ് വർക്ക് വേണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ വായിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ നോട്ട്സും എല്ലാ ആക്ടുകളും മാസ്റ്റേഴ്സ് കെ അക്കാഡമി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ആക്ടുകളിലും വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടുകളാക്കി ഉണ്ടാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഒരു എഫേർട്ട് ടൈം എന്ന് പറയുന്നത് അവർ ശരിക്കും റെഡ്യൂസ് ചെയ്ത് തരികയാണ് ചെയ്തത്. നമുക്ക് പഠിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യാവുന്നൊരു പ്രോസസ്സ് എന്നിട്ട് ശരിക്കും രക്ഷിക്കുകയാണ് ചെയ്തത്. കുറേ സമയം എടുക്കേണ്ട ഒരു സമയത്തിന് ഒരു ആക്റ്റൊക്കെ വായിച്ച് അതിൽ നിന്ന് MCQ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ ചിലപ്പോൾ 2-3 മണിക്കൂർ നമുക്ക് അതിന് വേണ്ടി പോകും. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈമാണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അവരത് നമുക്ക് ചെയ്തു തരുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. അക്കാഡമി എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത്. എല്ലാം സിംപ്ലിഫൈ ചെയ്ത് പ്രിസൈസ് നോട്ട്സ് ആക്കി തന്ന് നമുക്ക് ആകെ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എന്നിപ്പോൾ സാറ് പറഞ്ഞ പോലെ ടൈം എടുക്കുമായിരിക്കാം. ബട്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ എക്സാമാണ്. ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാനിതിൽ ഹാപ്പിയാണ്. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, പക്ഷേ ഞാൻ വർക്ക് ചെയ്തു, എന്നെ ഇവർ ഹെൽപ്പ് ചെയ്തു, അക്കാഡമി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അത്രമാത്രം അതിനകത്ത് ചിന്തിക്കുന്നുള്ളൂ. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ലക്ഷ്മിയുടെ വാക്കുകൾ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. വളരെ മനസ്സ് തുറന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ചില ആൾക്കാർ അങ്ങനെയല്ല, വളരെ സംസാരിക്കാൻ വളരെ പാടുപെടുന്ന ആൾക്കാരാണ്, കുറച്ച് സംസാരിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ലക്ഷ്മി അങ്ങനെയല്ല. ലക്ഷ്മി വളരെ ഓപ്പണായിട്ട് എല്ലാം വളരെ ഇതായിട്ട് പറയുന്നത്. നമുക്കൊന്നും അങ്ങോട്ട് സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ കാര്യം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം എന്തായാലും 17 റാങ്ക് കിട്ടി. എക്സാം കഴിഞ്ഞപ്പോ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായിട്ടാണ് എഴുതുന്നത്. വീണ്ടും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് എഴുതിയത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും ബ്ലാങ്ക് ആയിപ്പോയി. പാസേജ് പോലത്തെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഒരു MCQ ലെവലിൽ പഠിച്ചു വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ സാറ് തലേദിവസം ഓഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ടൈം നമുക്ക് പോകും, അത് ബാലൻസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എനിക്ക് വേണ്ട പോലെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്ക് അറിയാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. നിയർലി ഒരു 19 ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം അറിയാവുന്നതായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുറേ കാലം അറിയാവുന്ന കുറേ എഴുതാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കുറച്ചും കൂടെ റാങ്ക് മുന്നിൽ വരായിരുന്നു. പക്ഷെ സ്റ്റിൽ ഇത്രയും കിട്ടിയത് തന്നെ ഭയങ്കര വലിയ കാര്യം. കാരണം ഞാൻ എഴുതിയത് വെച്ചിട്ട് എനിക്ക് ഇതിൽ വരാൻ പറ്റിയത് എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതിയത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു? അച്ഛൻ അമ്മയാണ് ഉള്ളത്, ഞാൻ ഒറ്റ മോളാണ്. ഫാമിലി നല്ല സപ്പോർട്ടീവ് ആണ്. എക്സാംസ് എഴുതി അച്ഛൻ സർവീസിലായിരുന്നു, ഖാദി ബോർഡിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എപ്പോഴെങ്കിലും ജോലിക്ക് കയറണം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വീട്ടിൽ നിന്ന് കുഞ്ഞുനാള് തൊട്ട് ഒരു 5th ഒക്കെ തൊട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ പറയും പഠിക്കണം, നമുക്ക് ജോലിയിൽ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് വേറെ തരത്തിലുള്ള ഒരു പ്രഷറോ മാരേജ് പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. ഇപ്പൊ എൻ്റെ വീട് അരൂരാണ്, ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അതിനൊക്കെ ഒരു എക്സ്പോഷർ എനിക്ക് തന്നത് എൻ്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടാണ്.
പിന്നെ എനിക്ക് ഒരാളുടെ കാര്യം എടുത്തു പറയാനുണ്ട്. ശ്രീശങ്കരനസ് എന്ന് പറഞ്ഞിട്ട് ആള് ഈ ലിസ്റ്റിലുണ്ട്. 40th റാങ്ക് ആണ്, ജനറൽ കാറ്റഗറി ആണ്. ആളുടെ ഒരു ഹെൽപ്പിലാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ മറ്റൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഡെസ്പായിട്ടിരുന്ന ഒരു സമയത്ത് ആൾ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആള് പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാസ്റ്റേഴ്സ് കെ അക്കാഡമി. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യണം. എനിക്കറിയില്ല, ഞാൻ ആകെ അൺസർട്ടൈൻ ആയിപ്പോയൊരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് നല്ലതാണ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, ക്ലാസ്സസ് ഒക്കെ നൈസാണ്, അപ്പോൾ പഠിച്ചാൽ എന്തായാലും നല്ലതായിരിക്കും, അവർ നന്നായിട്ട് എഫേർട്ട് ഇടും, ഇപ്പം നിന്റെ ഒരു മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അവളെ പറ്റി പറയണം തോന്നി. ഓക്കെ, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എന്താ അറിയാമോ, നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഒരു വ്യക്തി, നമ്മുടെ സ്റ്റുഡന്റ് പറഞ്ഞിട്ട് വേറെ ആൾ വരികയും അദ്ദേഹത്തിന് ഏകദേശം നല്ല റാങ്ക് കിട്ടിയതും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞു, നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ 100% അവർക്ക് ഉപകാരപ്പെടണം. ലീഗലിസ്റ്റിന്റെ കോഴ്സിന് പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഒക്കെ കുറെ മാറി വന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാര്യം ഞങ്ങൾ ലോ റിലേറ്റ് ചെയ്ത ഫസ്റ്റ് കോഴ്സ് ആയിരുന്നത്. അവിടെ വളരെ ചെറിയ ടോപ്പിക്കിന് വരെ കൂടുതൽ മണിക്കൂറുകൾ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഫാക്കൽറ്റീസിന് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ സമയം എത്ര എടുത്തോ ഒരു കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കണ്ടന്റ് ഒന്നും മിസ്സാവരുത്. ഓക്കെ, ഇതിന് രസകരമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാം കഴിഞ്ഞ് വന്ന് കുറച്ച് ടഫായിരുന്നു, എന്നാൽ കുറച്ച് ആൾക്കാർക്ക് എഴുതിയെന്ന് പറഞ്ഞ് മെസ്സേജ് കിട്ടും. പക്ഷേ കുറച്ച് കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്താണ്, ഈ പല ടോപ്പിക്കുകൾ കണ്ടെടുക്കാൻ പറ്റിയില്ല. അപ്പൊ എക്സാം കഴിഞ്ഞിട്ടും പറഞ്ഞ ഒരു പുതിയ ബാച്ച് ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കുട്ടികൾ അന്നേരം ജോയിൻ ചെയ്തു. ഇപ്പൊ നമ്മൾ ലോങ് ടൈം ബാച്ച് ജോയിൻ ചെയ്തു. അപ്പൊ സന്തോഷമുള്ള കാര്യം, നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. ഇതേ കണക്ക് റെഫറൻസ് ആയിരിക്കാം മറ്റ് സ്ഥാപനത്തിൽ പഠിച്ച മറ്റു കുട്ടികൾ കൂടെ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം നല്ലൊരു ബാച്ച് ഇപ്പം നമ്മുടെ ലീഗലിസ്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ചിലപ്പോൾ 1.5 വർഷം കഴിയണം. എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ആ ക്ലാസിന്റെയും നോട്ട്സിന്റെയും എക്സാംസിന്റെ ഒക്കെ ഒരു വലിയ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അടുത്ത നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? സ്റ്റഡി പ്ലാൻ ഞാൻ ലാസ്റ്റ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് കോപ്പപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്ട്രാ ടൈം ഇട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതിന്റെ ഒരു ട്രാക്കിലല്ല ഞാൻ വന്നുകൊണ്ടിരുന്നത്. പറഞ്ഞല്ലോ, മറ്റൊരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു ട്രാക്കിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഇരിക്കണമെന്ന് വിചാരിച്ചതിന് ശേഷം ഞാൻ എല്ലാം എക്സാംസും വൈകുന്നേരം ഞാൻ അറ്റൻഡ് ചെയ്യായിരുന്നു. ഞാൻ ലിസ്റ്റിൽ അതിന്റെ ചെറിയ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യും, അതിനകത്ത് വരാറുണ്ട്. അതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോപ്പർ ആയിട്ട് പിന്നെ എങ്ങനെയാണോ പ്രോപ്പറായിട്ട് ഇത്ര സിലബസ് കവർ ചെയ്യണം, ഇത്ര കവർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഡേ എക്സാംസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ലൈക്ക് ഈ MCQs ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം പെട്ടെന്ന് അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ PSC എക്സാമിനും ഉണ്ടായിരുന്നു. അതെല്ലാം ആൻസർ ചെയ്യുമ്പോൾ ഒരു പേടി കുറഞ്ഞായിരുന്നു. അപ്പൊ അത് പിന്നെ ജൂറിസും ഇന്റർനാഷണൽ ലോയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് അത് ശരിക്കും പല സ്ഥലത്തും പല ആൻസേഴ്സ് ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഒരു ക്ലാസ് വഴി നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാന്ന് പറയുന്നതും പിന്നെ അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് പിന്നെയും ചെയ്ത് അതങ്ങ് ഉറപ്പിക്കാനായിട്ട് പറ്റിയിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ലൈക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സാറിനെ അറിയിച്ചു കഴിഞ്ഞാൽ സാറ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യായിരുന്നു. ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നത്, എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് അതിനനുസരിച്ച് ക്ലാസ്സുകൾ മാറ്റുക, എല്ലാ കാര്യങ്ങളും ചെയ്യായിരുന്നു. എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യും, ഭയങ്കര സിൻസിയർ ആയിരുന്നു. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ഇപ്പം ഒരുപാട് കുട്ടികൾ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ സാറേ ഞങ്ങളെ ഏറ്റവും വലിയ തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്, ഞങ്ങൾ ഡൗട്ട് ഗ്രൂപ്പിൽ ഇടുമ്പോൾ തന്നെ അത് മെന്ററെ ക്ലാരിഫൈ തരും. അല്ലെങ്കിൽ സമയം എടുത്താലും അന്നേരം കിട്ടിയില്ലെങ്കിൽ പോലും ഇത് നമ്മൾ കൺസൾട്ട് ഫാക്കൽറ്റി കൊടുക്കണം, അവരിത് കാണണം, അവർ റെഫർ ചെയ്യണം, റിപ്ലൈ. അപ്പോൾ കുറച്ച് ടൈം ലാഗ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറുപടി കൊടുക്കുമായിരുന്നു. ക്ലാസ് മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്ത് വേറെ ക്ലാസ് കൊടുക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു കോഴ്സിനല്ല, നമ്മുടെ 90ഓളം ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് പല ഇതായിട്ട്. ഇപ്പൊ എനിക്കൊന്ന് ലോ റിലേറ്റ് ചെയ്ത് നമ്മളെ ഏകദേശം ലീഗൽ അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ലോ ഓഫീസർ ഉണ്ടായിരുന്നു, കേരള ബാങ്ക് ലോ ഓഫീസർ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് ഇപ്പൊ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഉണ്ട്. അങ്ങനെ LLBക്കാർക്ക് പറ്റുന്ന ഡിഫറൻറ്റോളം 5ഓളം കോഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ എവിടെയും വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകത്തില്ല. ഇതേ ഉള്ളൂ ക്ലാസ്, ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറിന് മുകളിൽ തീർക്കണം, അങ്ങനെ പറയാറില്ല. മാക്സിമം ക്ലാസ് കൊടുക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണം. ജോലി കിട്ടുന്നത് സെക്കൻഡറി ആണ്, നമ്മൾ നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം. ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. LLB കഴിഞ്ഞ് ഒരു പാസ്ഔട്ട് ഉദ്യോഗാർത്ഥി PSC പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ വരുന്നു, വേറെ പ്രാക്ടീസ് ഒന്നും പോകത്തില്ല. അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് ലക്ഷ്മിയുടെ ഫസ്റ്റ് പരീക്ഷയ്ക്ക് തന്നെ
വലിയ റാങ്ക് കിട്ടിയതാണ്. അതുകൊണ്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്? PSC എക്സാമുകളിൽ ഇപ്പോൾ ലീഗൽ അസിസ്റ്റന്റ് അതുപോലെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ APP ഒഴിച്ച് ബാക്കി എല്ലാ എക്സാംസിനും പ്രാക്ടീസിന്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്നേ പറയുള്ളൂ, എന്നാലും എക്സാംസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്രോച്ച് ചെയ്ത് നന്നായിട്ട് പഠിക്കുക, കൂടുതൽ ലോ അറിയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ലോ ആയിരിക്കും. പക്ഷേ എൻ്റെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ലോ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഭൂമിക്ക് താഴെയുള്ള എല്ലാ നിയമങ്ങളെ പറ്റി നമ്മൾ അറിയണം. ലീഗൽ അസിസ്റ്റന്റ് സിലബസ് ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ഭൂമിക്ക് താഴെയുള്ള എല്ലാ നിയമങ്ങളും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ APP വന്നാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് വേണ്ട എന്ന് വിചാരിക്കരുത്. എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ ബെയറാക്ട്സ് ഒക്കെ വായിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഇതല്ലെങ്കിൽ അടുത്തത് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. ഒരെണ്ണം കിട്ടി അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് അപ്പോയിന്റ്മെന്റ് കൈ കിട്ടുന്ന ദിവസം വരെ പഠിച്ചോണ്ടിരിക്കുക. അല്ല ഇപ്പൊ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെയും പഠിച്ചോണ്ടിരിക്കണം. വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ പഠിച്ചോണ്ടിരിക്കുക. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാരണം തോറ്റിട്ടുള്ളവർ തന്നെ ജയിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ തോറ്റ് ഒരു ദിവസം നമ്മൾ ജയിക്കും, ഡെഫിനറ്റ്ലി ജയിക്കും. അപ്പം ഈ ലീഗൽ അസിസ്റ്റ് പരീക്ഷയ്ക്ക് എനിക്കിന്ന് കുറച്ച് നാൾ തയ്യാറെടുപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിലബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുവരെ ഞാൻ പഠിച്ചിട്ടുന്ന എക്സാംസിനാണെങ്കിലും ചെറിയ സിലബസാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ച ഡീപ്പ് നോളജ് ഉണ്ടായാൽ മതി. അപ്പോൾ ആ ഒരു രീതിക്ക് പഠിച്ചു വന്നിട്ട് പെട്ടെന്ന് ഇത്രയും സിലബസുകൾ കാണുമ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ, കാണാത്ത പുതിയ ആക്ടുകൾ, പല മൊഡ്യൂളുകൾ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം, എല്ലാം പഠിക്കണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ മാസ്റ്റേഴ്സിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റായിട്ട് ഇപ്പോൾ അസൈൻ ചെയ്തു തരും ഓരോരുത്തർക്ക്. ഇപ്പൊ എനിക്ക് കിട്ടിയത് അമ്മു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ ആള് നല്ലപോലെ ഹെൽപ്പ് ചെയ്ത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇങ്ങനെയാണോ ചോദിക്കുമ്പോ ഒക്കെ രാത്രി ആണെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര താങ്ക്സ് ആളോട് പറയാനുണ്ട് ശരിക്കും. അങ്ങനെ ഓക്കെ, നമുക്ക് 2 മെന്ററാണ് ഉള്ളത്. പ്രധാനമായിട്ട് സുമയ മിസ്സും പിന്നെ അമ്മു മിസ്സും ഉള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത, എനിക്ക് സുമയ മിസ്സാണ് കുറച്ച് ഇവരുടെ നിയമം കുറച്ച് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇവർ ഡൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മിസ് അപ്പോൾ എന്ത് അറിയോ, ഏത് അധ്യാപകനാണ് പഠിപ്പിച്ച് അവർക്ക് ഇത് അന്നേരം കൊടുക്കും. അവരത് റെഫർ ചെയ്തിട്ട് തിരിച്ച് മറുപടി കൊടുക്കും, ഇവർക്ക് ഇത് പാസ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെന്റർ സപ്പോർട്ട് ഭയങ്കര ഉപകാരപ്പെടുന്ന കാര്യമാണത്. ഇപ്പോൾ എനിക്കൊന്ന് APPക്ക് അതേ കണക്ക് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തായാലും നിയമങ്ങളാണ്, മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളപ്പം സെൽഫായിട്ടൊരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ സെൽഫായിട്ട് എന്തെങ്കിലും ഈ സ്റ്റഡി നോട്ട്സ് എടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അത്? ഞാൻ എല്ലാത്തിനും നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ലെക്ചർ നോട്ട്സും കിട്ടി, അത് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഞാൻ സമയം ഒരു 10 മിനിറ്റ് കൂടുതലുണ്ടെങ്കിൽ തന്നെ ഞാൻ ബെയറാക്ട് വായിക്കായിരുന്നു. ബെയറാക്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മുടെ എല്ലാ സംശയങ്ങളുടെ ഉത്തരം ബെയറാക്ടിനകത്തുണ്ട്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത നോട്ടാണെങ്കിലും ഒരു 10 മിനിറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബെയറാക്ട്സ് വായിക്കും. ബെയറാക്ട്സ് വായിച്ച് എൻ്റെതായ രീതിയിൽ ഒരു നോട്ട് ഉണ്ടാക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി കുറച്ചെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു നോട്ട് ഉണ്ടാക്കി കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. ലെക്ചർ നോട്ടല്ല, ഒരു MCQ മോഡല്ല. അതാകുമ്പോൾ നമുക്ക് ആക്ടിനോട് എപ്പോഴും ഒരു അടുത്ത് നിൽക്കാൻ പറ്റും. കഥ പോലെ എഴുതി വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. പോയിന്റ് ആയിട്ടൊക്കെ നോട്ട് ചെയ്താണെങ്കിൽ അതിൽ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിരിക്കും. കുറച്ചും കൂടെ എപ്പോഴും ഫെമിലിയർ ആയിട്ട് നിൽക്കാൻ പറ്റും. നല്ല കാര്യം തന്നെയാണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഷോർട്ട് നോട്ട് തയ്യാറാക്കി തന്നെ പോകണം. എക്സാമിന് ഒരാഴ്ച മുമ്പ് തന്നെങ്കിൽ നമ്മുടെ പഠിത്തങ്ങളിൽ ക്ലാസ് കാരണം സ്റ്റോപ്പ് ചെയ്ത് ഈ ഷോർട്ട് നോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും സമയം കണ്ടെത്തി പഠിക്കണം. അപ്പൊ സാറിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിൽ സാർ ഭയങ്കര തിരക്കാണ് സാറിന്. സ്റ്റിൽ സാറ് 3 ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറ് നല്ലപോലെ പ്രോപ്പർ ട്രെയിൻ ചെയ്തിരുന്നു. പിന്നെ മാസ്റ്റേഴ്സിൽ അതുപോലെ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഇന്റർവ്യൂവിനാണ് എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് കിട്ടിയത്. കാരണം എങ്ങനെ ആദ്യമായിട്ട് പോകുന്നത്, അപ്പൊ എന്ത് ചെയ്യണം എങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ സാർ പഠിക്കാനായിട്ട് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് നന്നായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. എക്സാംസിനൊക്കെ പഠിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സാർ പഠിപ്പിക്കും, സാർ നമ്മളെ പഠിപ്പിച്ചൊക്കെ തരും. ഈ 17 റാങ്ക് കിട്ടിയ സാർ എന്താ പറഞ്ഞേ? സാറിന് ഭയങ്കര സന്തോഷമായി. സാറ് ഭയങ്കര ഹാപ്പി ആയി സാറ്.
അങ്ങനെ സാർ പിന്നെ പോകുമോ എന്നൊക്കെയുള്ള ചോദ്യം അങ്ങനെ. എന്തായാലും പോകേണ്ടി വരും. പക്ഷെ ഒരു സന്തോഷമുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് രണ്ടുപേരും. അതെ, തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാനിവിടെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി ഇവിടെ നിന്ന് ഒരു തിരിച്ചുപോക്ക് വേണ്ട, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട തിരുവനന്തപുരം. ഇത് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും കിട്ടും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ കാര്യം ഇതാ, രണ്ട് കാറ്റഗറി ആൾക്കാർക്കാണ്. അപ്പം ലക്ഷ്മിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 2 കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും, 2 ലക്ഷ്മിയെ പഠിപ്പിച്ചവർ. ഇപ്പം ഞങ്ങളെപ്പോലെ ആൾക്കാർ, ഞങ്ങളുടെ സ്ഥാപനക്കാർ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താ, നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് ജോലി കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്ന ഓരോ കംപ്ലൈൻറ്റുകളും അല്ലെങ്കിൽ ഇവർ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഇവർ വരുന്ന ഓരോ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകണം, നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഗുണം ഉണ്ടാകണം. അപ്പം ലക്ഷ്മിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് വലിയ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ വൈൻഡപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആത്മാർത്ഥത പഠിക്കുക. പഠനത്തിന് സ്റ്റോപ്പ് ഇടേണ്ടത് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുമ്പോൾ മാത്രമായിരിക്കണം. നിയമം പഠിച്ച ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ഗവൺമെൻറ് സർവീസിൻ്റെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോഴും ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞ കാര്യം ഇതാണ്, പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട, കണ്ടിന്യൂ ചെയ്യുക. അടുത്ത APP വരുന്നുണ്ട്. ഇപ്പോൾ APP എക്സാം കഴിഞ്ഞിട്ട് 1.5 വർഷം APP വീണ്ടും വരും, ലീഗൽ ടെസ്റ്റിന് വീണ്ടും വരും. ഇതെല്ലാം പരീക്ഷ വീണ്ടും റിപ്പീറ്റ് കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊക്കെ പഠിക്കുക. അപ്പോൾ ഞങ്ങളുടേതായ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ എല്ലാ മനസ്സോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു.